എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ശരണ്യ അലീനയോട് അങ്ങനെ ഒരു സത്യം വിളിച്ചു പറഞ്ഞു എന്നറിയുന്ന ശരണ്യയുടെ അച്ഛൻ്റെ ദേഷ്യമാണ്. നീ എന്തിനാ അവളോട് ഇങ്ങനെയൊക്കെ പറയാൻ പോയത്? അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഇനി അവളിങ്ങ് വരട്ടെ, അവളെ ഞാൻ ഈ കോളനി കയറ്റിയല്ല എന്നൊക്കെ പറയുവാണ് അച്ഛൻ. അത് കേട്ടുകൊണ്ടിരിക്കുന്ന ശരണ്യ പറയുക, ശരിക്കും നിങ്ങൾ ആണുങ്ങളാലേ കുഴപ്പക്കാർ. എന്നെ 3 പേരാണ് പീഡിപ്പിച്ചത് എന്ന് പോലീസിനോട് പറഞ്ഞതാണ്. അന്നേരം പോലീസാണ് ആ ചേട്ടൻ്റെയും കൂടി പേര് എഴുതി വെച്ചത്. അതേ സത്യം ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞതാണ്. അന്നേരം നിങ്ങളും പറഞ്ഞു കേസിന് ബലം കിട്ടാൻ വേണ്ടി പോലീസ് പറയുന്നത് പോലെ ചെയ്താൽ മതി, അവർ പറയുന്നത് പോലെ പറഞ്ഞാൽ മതി എന്ന്. ശരിക്കും കുറ്റം ചെയ്ത 3 പേരുണ്ട്. എന്നിട്ടും ആ നിരപരാധിയായ ആ ചേട്ടനെ കൂടി ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തണമെന്ന് നിങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനെ വാശി പിടിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അങ്ങ് ദേഷ്യം വരുന്നുണ്ട് ശരണ്യയുടെ അച്ഛന്. അച്ഛൻ പറയുന്നുണ്ട്, നീ ഇങ്ങനെ മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആര് വിശ്വസിക്കും? നീ പറയുന്നതെല്ലാം കെട്ടുകഥയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്നെ എല്ലാവരോടും കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നീ എന്നെ ചെയ്യും? അതുകൊണ്ട് ഇനി ഒരക്ഷരം മിണ്ടി പോകരുത്. വേറെ ആരും വന്ന് ചോദിച്ചാലും, ഇനിയിപ്പോൾ അവരാരെങ്കിലും ബഹളത്തിന് വന്നാൽ തന്നെ എനിക്കറിയില്ല എന്നും ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നും നീ പറഞ്ഞോണം, അങ്ങനെ ചെയ്യാവുള്ളൂ എന്നൊക്കെ പറയുമ്പം ദേഷ്യം സങ്കടമൊക്കെ വന്നുണ്ട് ശരണ്യയ്ക്ക്. ശരണ്യ ഇങ്ങനെ കുറച്ച് നേരം ആലോചിച്ചിരുന്നിട്ട്, ശരിക്കും നന്നാവാൻ ആരും സമ്മതിക്കത്തില്ല അല്ലേ എന്നിങ്ങനെ പറയുക. അദ്ദേഹം ശരണ്യയുടെ അച്ഛൻ ദേഷ്യപ്പെട്ട്, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, പറയുന്നത് പോലെ അനുസരിച്ചോണം, മര്യാദയ്ക്ക് മിണ്ടാതെ ഇവിടെ കിടന്നോണം എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് പുറത്തേക്ക് പോകുന്നു. ശരണ്യയ്ക്ക് ആകെ സങ്കടമായി. ശരണ്യ ഇങ്ങനെ ഓർത്തിങ്ങനെ വിഷമിച്ച് അവിടെ ഇരിക്കുക. ഈ സമയം അങ്ങ് കൊല്ലപ്പള്ളിയിൽ ഭയങ്കരമായ ചർച്ചകൾ നടക്കുവാണ്. ശിവൻ പറയുന്നുണ്ട്, ഇങ്ങനെ എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല, എൻ്റെ ജോലി പോകും, അവിടെ തിരിച്ചു പോകണമെന്ന്. അതുപോലെ രാജീവനും പറയുന്നുണ്ട്, ഇനിയും എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല, എനിക്ക് തിരിച്ചു പോകണം, അല്ലാതെ ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ടും കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ ശിവേട്ടൻ ഇനി ഇവിടെ നിൽക്കുന്നതല്ലേ നല്ലത്. അവിടുത്തെ ഗൾഫിലെ ജോലിയൊക്കെ ഉപേക്ഷിച്ച് ഇവിടെ വന്ന് നിൽക്കണം. അല്ലാതെ ആരുണ്ട് ഈ കേസൊക്കെ നടത്താൻ? കമലയിടത്തിൽ തന്നെ കൂട്ടിയോ കൂടുവോ? മനുവിനാണെങ്കിലും അവൻ്റെ ജോലിയില്ലേ, അവൻ ആ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം അതിൻ്റെ ഇടയ്ക്കൂടെ കമല പറയുന്നുണ്ട്, മനു അവനിവിടെ ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല, അവൻ ഹരിക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല, അവന് ഹരിയോട് എന്തോ വൈരാഗ്യം ഉള്ളതുപോലെയാണ് പെരുമാറുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം രാജീവൻ പറയുന്നുണ്ട്, ഹരിയുടെ ഈ കാര്യത്തിന് വേണ്ടി അവൻ്റെ ജോലി ഉപേക്ഷിച്ച് കോടതിയും കേസുമായിട്ട് നടക്കണമെന്നും അവൻ്റെ ജീവിതം തുലയ്ക്കണമെന്നും പറഞ്ഞാൽ അവൻ സമ്മതിക്കുമോ? അതുകൊണ്ട് അത് നടക്കുന്ന കാര്യമല്ല എന്ന് പറയുന്നു. അന്നേരം കമല പറയുന്നുണ്ട്, വേണ്ട, ശിവേട്ടൻ ഇവിടെ വന്ന് നിന്നാൽ മതി, അന്നേരം കാര്യങ്ങളൊക്കെ നടത്താൻ ഒരാളുണ്ടല്ലോ ഇവിടെ, അതാ നല്ലത് എന്ന് പറയുമ്പം ശിവൻ പറയുന്നുണ്ട്, അത്രയും ശമ്പളമുള്ള ഒരു ജോലി കളഞ്ഞിട്ട് ഇവിടെ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അല്ലെങ്കിൽ തന്നെ ഇവിടുത്തെ ചിലവ് ചിലപ്പം എൻ്റെ ശമ്പളം കൊണ്ട് പോലും നടന്നു പോകത്തില്ല, കാരണം ആ മാതിരി ആർഭാടമാണ് ഇവിടെ ഓരോരുത്തർ കാട്ടിക്കൂട്ടുന്നത് എന്നൊക്കെ പറയുവേ. അന്നേരം അങ്ങനെയൊന്നുമില്ല, ശിവേട്ടൻ ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയുമ്പം ശിവൻ പറയും, ഞാൻ വന്ന് നിൽക്കാം, ഈ വീട്ടിലെ ചിലവ് ഒരു മാസം 25,000 രൂപയായിട്ട് കുറയ്ക്കണം, അത് പറ്റുമോ എന്ന് ചോദിക്കും. അന്നേരം കമല പറയുവാണ്, അതെങ്ങനെ സാധിക്കാനാ, ഇവിടുത്തെ മീൻ മേടിക്കാൻ അത് തികയില്ല എന്ന് പറയുമ്പം ശിവൻ പറയുന്നുണ്ട്, ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, പിന്നെ ഞാനിവിടെ വന്നു നിന്നാൽ എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് നീ പറയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം കമല പറയുവാണ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് കിടപ്പില്ല, അതിൽ നിന്ന് അങ്ങ് എടുക്കണമെന്ന്. അന്നേരം രാജീവൻ പറയുന്നുണ്ട്, ആ പറഞ്ഞത് വിത്തെടുത്ത് നെല്ലുകുത്തി കഴിക്കുന്ന ഒരു അവസ്ഥയാണ്, അത് തീർന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും? അതുകൊണ്ട് പറയുന്നത് ശരിയല്ല, അങ്ങനെ ചെയ്താൽ ശരിയാകില്ല എന്ന് പറയുമ്പോൾ ശിവൻ പറയുന്നുണ്ട്, ആകപ്പാടെ 10-75 ലക്ഷം രൂപ കിടപ്പുണ്ട്, മിക്കവാറും 19 ലക്ഷം രൂപ കേസിന് ചിലവാകും, പിന്നെ കിടക്കുന്ന എത്ര രൂപയാണ് എന്നറിയാലോ, അതിൽ നിന്ന് ഒരു 30,000 രൂപ വലിച്ചു കിട്ടുമായിരിക്കും, അതുകൊണ്ട് ഇവിടെ ജീവിക്കാമെങ്കിൽ ഞാനിവിടെ വന്ന് നിൽക്കാം എന്ന് പറയും. അന്നേരം കമലയ്ക്ക് അത് അങ്ങ് ഇഷ്ടപ്പെടുകയല്ലേ. അന്നേരം രാജീവൻ പറയുന്നുണ്ട്, അത് നേരെ കമലയിടത്തേക്ക് ഒരു മാസം ഒരു ആവറേജ് ഒരു 3 കല്യാണമെങ്കിലും കാണും എന്ന് പറയുമ്പം ചില മാസങ്ങളിൽ അത് 6 കല്യാണം ആകാറുണ്ട് എന്ന് പറയും. അന്നേരം രാജീവൻ ഒന്ന് ചിരിച്ചിട്ട് പറയുവാണ്, അതെ, ഓരോ കല്യാണത്തിനും പുതിയ സാരി ഇടണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അത് വേണമെന്ന് പറയും കമല. അന്നേരം ഒരു സാരിക്ക് ഒരു 10,000 രൂപ വെച്ച് ആവറേജ് കൂട്ടിയാൽ തന്നെ ഒരു 30,000 രൂപയാകും സാരിക്ക് മാത്രം ഒരു മാസം. അതുകൊണ്ട് അങ്ങനെ ഒരു ജീവിതമാണ് ഇപ്പോഴും മനസ്സിലെങ്കിൽ ശിവേട്ടൻ ഇവിടെ വന്ന് നിന്നാൽ ശരിയാകിയല്ല എന്ന് പറയും. അന്നേരം ശിവൻ പറയുന്നുണ്ട്, ഞാൻ ആ ജോലി ഉപേക്ഷിക്കാനൊന്നും പോകുന്നില്ല രാജീവേ, ആ ജോലി ഉണ്ടായിട്ട് തന്നെ പലപ്പോഴും ഇവിടെ എനിക്ക് പട്ടിയുടെ വിലയാണ്, അപ്പോൾ പിന്നെ ജോലി കളഞ്ഞിട്ട് ഞാനിവിടെ വന്ന് നിന്നാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പം കമല പറയുവാണ്, പിന്നെ എന്ത് വേണമെന്നാ ശിവേട്ടൻ പറയുന്നത്? സ്വന്തം മോനെ ആജീവനാന്തകാലം ജയിലിൽ കിടക്കാൻ വിടണോ, എന്നിട്ട് പോയി ജോലിക്ക് പോകണോ, അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം ശിവൻ പറയുന്നുണ്ട്, ഞാൻ ജോലി കളഞ്ഞിട്ട് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതം ആജീവനാന്തകാലം തടവിലാകും, അതുകൊണ്ട് ഞാൻ അത്
കളയാൻ പോകുന്നില്ല എന്നിങ്ങനെ പറയുവാണ്. അങ്ങനെ ഇവരുടെ ചർച്ചകൾ നടക്കുന്ന സമയത്താണ് മനു വരുന്നത്. മനു വന്നു എന്നാണ് തോന്നുന്നത് എന്ന് പറയുമ്പോൾ കമല പോയി വാതിൽ തുറക്കും. എന്നിട്ട് വാതിൽ തുറക്കുന്നതേ മനുവിനോട് ചോദിക്കുന്നത് നീ എന്താ താമസിച്ചേ എന്നാ. അന്നേരം മനു ചോദിക്കും അമ്മേ എന്നും ഈ ചോദ്യം തന്നെയല്ലേ ചോദിക്കുന്നത്, കേട്ട് കേട്ട് ബോറടിച്ചു, ഒന്നെങ്കിൽ നീ എവിടെ പോയതാണോ അല്ലെങ്കിൽ നാളെ നേരത്തെ വന്നെന്നോ അങ്ങനെ എന്തെങ്കിലും മാറ്റി പറ, കേൾക്കുമ്പോഴേ ദേഷ്യം വരുമെന്ന് പറയുമ്പോൾ അല്ലെങ്കിലും ഞാൻ പറയുന്നത് എന്നതാ നിനക്ക് ഇഷ്ടമുള്ളത് എന്ന് ചോദിക്കും. അന്നേരം മനു പറയുന്നുണ്ട് ഞാൻ എന്നും ഇങ്ങനെ അല്ലായിരുന്നല്ലോ, എന്നെ ഇങ്ങനെ ആക്കി തീർത്തതല്ലേ നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യമാട്ടോ കമലെ കാണുന്നതേ മനുവിന്. എന്തായാലും മനു അകത്തേക്ക് കയറി വരും. അന്നേരം ഇവർ രണ്ടുപേരൂടെ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പം ഇവിടെ എന്തോ ചർച്ചയായിരുന്നെന്ന് തോന്നുന്നല്ലോ, എന്തായിരുന്നു എന്ന് ചോദിക്കും. അന്നേരം രാജീവൻ പറയുന്നുണ്ട് എടാ ഞങ്ങൾക്ക് തിരിച്ചു പോകണ്ടേ, ജോലി കളയാൻ പറ്റുമോ, അങ്ങനെ തിരിച്ചു പോയാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കും എന്നാണ് ഞങ്ങളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട് നിങ്ങൾ തിരിച്ചു പോക്കോ, കാര്യങ്ങളൊക്കെ വക്കീൽ നോക്കിക്കോളും, വക്കീൽ അല്ലേ കോടതി കയറി വാദിക്കേണ്ടത്, അല്ലാതെ നമ്മളാണോ എന്ന് ചോദിക്കുമ്പം അത് മതിയോ, അതൊക്കെ നോക്കി നടത്താൻ ഒരാൾ വേണ്ടേ എന്ന് ചോദിക്കുവാണ് കമല. അന്നേരം അങ്ങനെ ഒരാൾ വേണം, അതിന് ഒരാളെ ഞാൻ പറയാം, അമ്മയുടെ ആങ്ങളയുണ്ടല്ലോ രാമപുരത്ത്, അങ്ങേരോട് നോക്കാൻ പറ, അതല്ലേ ശരിയെന്ന് ചോദിക്കുമ്പോൾ അത് ശരിയാണോ എന്ന് ചോദിക്കും. അന്നേരം മനു പറയുന്നുണ്ട് ശരി ഞാൻ പറയാം, ഹരിക്ക് ശിക്ഷ കിട്ടും, അതിന് യാതൊരു മാറ്റവും ഇല്ല, അതുകൊണ്ട് അതിൻ്റെ പുറകെ ആരും ഓടിയിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോഴത്തേക്കും ദേഷ്യം വരുന്നുണ്ട് കമലയ്ക്ക്. എന്നിട്ട് മനു പറയുന്നുണ്ട് പിന്നെ ഒരു കാര്യം ഞാൻ അറിഞ്ഞു, അതുകൂടെ ഞാൻ പറഞ്ഞേക്കാം എന്ന് പറയും. എന്താ എന്ന് ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട് രോഹി തെറ്റുകാരനല്ല, അവൻ നിരപരാധിയാണ് എന്ന്. അതിപ്പോൾ ആരാ പറഞ്ഞത് എന്ന് ചോദിക്കും. അന്നേരം മനു പറയുന്നുണ്ട് അത് അലീനയാണ് പറഞ്ഞത്, അലീനയുടെ ശരണ്യ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു എന്ന് പറയുമ്പം അത് ചുമ്മാ പറയുന്നത്, അവൾ അങ്ങോട്ട് പോയത് ഇതിനാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവൾ ഇങ്ങനെയൊരു സൂത്രക്കാരിയാണ് എന്നൊക്കെ പറഞ്ഞ് കമല അങ്ങ് തിളച്ച് കയറുക. അന്നേരം മനു പറയുന്നുണ്ട് എന്നോട് അലീന പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞത്, ശരണ്യ എല്ലാ കാര്യങ്ങളും അലീനയോട് തുറന്നു പറഞ്ഞു, രോഹി അവളെ തൊട്ടിട്ട് പോലുമില്ല, അവൻ ആ റൂമിൽ നിന്ന് ഇറങ്ങി ഓടിയപ്പം ബാക്കിയുള്ള 3 പേരും കൂടി അവനെ പിടിച്ചു വലിച്ച് റൂമിൽ കൊണ്ടുവന്ന് അടിച്ചു, എന്നിട്ടും അവൻ കരഞ്ഞ് പറഞ്ഞപ്പോൾ അവനെ അവിടുത്തെ ബാത്റൂമിൽ അടച്ചിട്ടേക്കുമായിരുന്നു, അതാണ് സംഭവിച്ചതെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും കമലയ്ക്ക് അങ്ങ് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. കാരണം രോഹിത്ത് രക്ഷപ്പെട്ടിട്ട് മനുവിന് ഹരിക്ക് മാത്രമായിട്ട് ശിക്ഷ കിട്ടുമല്ലോ എന്ന് ഓർക്കുമ്പോഴേക്കും അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല. അന്നേരം ഇതൊന്നും ശരിയല്ല, ഇതെല്ലാം അവൾ പറയിപ്പിച്ചതാ എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും എല്ലാവർക്കും ഒരു ഭയങ്കര വിഷമമൊക്കെ വരുന്നുണ്ട്. അന്നേരം രോഹി രക്ഷപ്പെടുമോ എന്നിങ്ങനെ ചോദിക്കുവാണ് ശിവന്. അന്നേരം അതൊന്നും എനിക്കറിയത്തില്ല, അലീന എന്നോട് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങ് അകത്തോട്ട് കയറി പോകും മനു. ആകെ വിഷമിച്ച് നിൽക്കുവാണ് 3 പേരും. പിന്നീട് ബാലേന്ദ്രനെയാണ് കാണിക്കുന്നത്. ബാലേന്ദ്രൻ രാത്രിയിൽ അങ്ങ് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, അതുകൊണ്ട് റൂമിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നു. കുറേ കഴിഞ്ഞ് ഗോവർദ്ധനെ വിളിക്കും. എന്നിട്ട് തനിക്ക് നാളെ തിരക്കെന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. അന്നേരം അല്ല എന്നോട് വക്കീലിനെ പോയി കാണണമെന്ന് ബാലേട്ടൻ പറഞ്ഞായിരുന്നു, അതുപോലെ ഏതോ ഷേണായി ഒക്കെ പോയി കാണണമെന്ന് പറഞ്ഞായിരുന്നു എന്ന് പറയും. കടകളൊക്കെ നടന്നു പോകണ്ടേ. അപ്പം ബാലേന്ദ്രൻ അതെല്ലാം കേട്ടിട്ട് പറയുന്നുണ്ട് താൻ നാളത്തെ ആ പരിപാടിയൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക, എന്നിട്ട് ഇങ്ങോട്ട് വരണം, എനിക്ക് എന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്, രോഹിത്തിൻ്റെ കാര്യത്തിൽ ചെറിയൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പം എന്താ പറയട്ടെ അത് എന്തെങ്കിലും പോസിറ്റീവ് കാര്യമാണോ എന്ന് ചോദിക്കുമ്പോൾ നീ ഇങ്ങോട്ട് വാ, ഫോണിൽ പറഞ്ഞാൽ ശരിയാകില്ല, നേരിട്ട് കാണുമ്പം പറയാമെന്ന് പറയും. അന്നേരം ഒരു പോസിറ്റീവ് കാര്യമാണ് എന്നറിയുമ്പോൾ ഗോവർദ്ധനും ഭയങ്കര സന്തോഷമായി. അന്നേരം ശരി ബാലേട്ട ഞാൻ രാവിലെ വരാം എന്ന് പറഞ്ഞിട്ട് ഗുഡ് നൈറ്റ് പറയുന്നു. അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ വന്നിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ ആലോചിച്ചിരിക്കുവാണ്. ഈ സമയം അതിനേക്കാൾ ഹൃദയവേദനയോടെയാണ് ഇവിടെ ശിവനും അതുപോലെ കമലയും ഒക്കെ. അവരിങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുവാണ്. അന്നേരം ഇവരുടെ ഈ വിഷമം കണ്ടുകൊണ്ട് രാജീവൻ ചോദിക്കുന്നുണ്ട് എന്തിനാ ശിവേട്ട ഇങ്ങനെ വിഷമിക്കുന്നത്, നമ്മുടെ വൈജിയുടെ മോനല്ലേ രോഹിത്, അവൻ ഇതിൽ നിന്ന് രക്ഷപ്പെടുവാണെങ്കിൽ അത് നല്ലതല്ലേ എന്നങ്ങ് ചോദിക്കുന്നതും കമല അങ്ങനെയാണോ, എൻ്റെ മോനെ അതിലേക്ക് വലിച്ചഴിച്ചത് അവനാണ് ആ രോഹിത്, അങ്ങനെ അവനെ ആ തെറ്റിലേക്ക് കൊണ്ട് ഇട്ടതിന് ശേഷം എല്ലാ കാര്യങ്ങളും ഇപ്പം ഹരിയുടെ മേലെ അടിച്ചേൽപ്പിച്ചിട്ട് അവനങ്ങ് രക്ഷപ്പെട്ടാൽ ശരിയാകിയല്ലോ, ഹരിക്ക് എന്തൊക്കെ ശിക്ഷ കിട്ടുന്നുണ്ടോ അതുപോലെയുള്ള ശിക്ഷയെല്ലാം രോഹിത്തിനും കിട്ടണം, അങ്ങനെ അവൻ മാത്രം അങ്ങ് രക്ഷപ്പെടണ്ട എന്ന് പറയുമ്പം ഇങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല, അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അലീന പറഞ്ഞെന്നല്ലേ, അലീനയോട് ശരണ്യ പറഞ്ഞെന്നല്ലേ പറഞ്ഞത്, അങ്ങനെ തെറ്റ് ചെയ്യാത്ത ഒരുത്തിനെ ശിക്ഷിക്കണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കമല അങ്ങ് തിളച്ച് കീറുവാണേ. അതിനെ പിടിച്ച് ചൊവരെ തേക്കാൻ തോന്നുന്നു നമുക്ക്, അമ്മാതിരി പറച്ചിലാണ് പറയുന്നത്. അങ്ങനെ നിങ്ങൾക്ക് പറയാം, പക്ഷേ ഇതൊന്നുമല്ല സംഭവിച്ചത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അലീനെ ദൂതിനായിട്ട് ബാലേന്ദ്രൻ വിട്ടത് അവൻ പൊട്ടനായതുകൊണ്ടൊന്നുമല്ല, നന്നായിട്ട് ആലോചിച്ച് തന്നെയാണ്. പെട്രോളും മണ്ണെണ്ണയും ഒക്കെ ആയിട്ട് നിൽക്കുന്ന കോളനിക്കാരുടെ ഇടയിലേക്ക് അവളെ കയറ്റി വിട്ടിട്ടുണ്ടെങ്കിൽ അയാൾ പലതും മനസ്സിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ അവളുടെ പഞ്ചാര വർത്തമാനത്തിൽ ശരണ്യം അവളുടെ വീട്ടുകാരെയും വീഴ്ത്തി, അങ്ങനെയാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത്, അല്ലാതെ അവൻ തെറ്റ് ചെയ്യാതെയൊന്നുമല്ല. ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്ന എന്ത് കാര്യമാണ്, ബാലേന്ദ്രൻ്റെ മകളൊന്നും അല്ല അലീന, അങ്ങനെ മകളായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു സാഹചര്യത്തിലേക്ക് അയാൾ പറഞ്ഞു വിടുമായിരുന്നോ, ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാകിയല്ല എന്നൊക്കെ പറയുമ്പോഴേക്കും
രാജീവന് ദേഷ്യം വരുന്നുണ്ട്. രാജീവൻ ഇത് എന്നതൊക്കെയായി ഈ കമലയെടുത്ത് പറയുന്നത്, എനിക്കിങ്ങും മനസ്സിലാവുന്നില്ല, ഇതൊന്നും അല്ല കാര്യങ്ങൾ എന്ന് പറയുമ്പം നിങ്ങൾക്കിതൊന്നും മനസ്സിലാവില്ല, എനിക്ക് നന്നായിട്ട് മനസ്സിലാവും, കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അന്ന് നിങ്ങളാരും അത് ചെവിക്കൊണ്ടില്ല എന്നൊക്കെ പറയുമ്പം ശിവനും പറയുന്നുണ്ട് ഇതിപ്പോൾ കമല പറഞ്ഞതുപോലെയല്ലേ കാര്യങ്ങളൊക്കെ വരുന്നത് എന്ന്. അന്നേരം രാജീവൻ പറയുന്നുണ്ട് നിങ്ങളിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഞാനൊരു കാര്യം പറയാം, വൈജയുടെ മകനാണ് രോഹിത്, അവനെങ്കിലും രക്ഷപ്പെടട്ടെ എന്നോർത്ത് സമാധാനിക്കുമല്ലേ വേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോഴും കമല പറയുന്നുണ്ട് ഞാൻ സമ്മതിക്കത്തില്ല, അങ്ങനെ അവൻ മാത്രം രക്ഷപ്പെടേണ്ട, അവനും തെറ്റുകാരനാണ് എന്നിങ്ങനെ പറയും. അന്നേരം രാജീവൻ പറയുവാണ് ശിവനോട് ഞാനൊരു കാര്യം തുറന്നു പറയാം, അത് കേൾക്കുമ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും എങ്കിലും പറയാം, ഇതിനെല്ലാം കാരണം ഹരി ഒറ്റ ഒരുത്തനാണ്. അവൻ അന്ന് കടപ്പാട്ടൂർ വെച്ച് ആലീനെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു, അതിനുള്ള കാര്യങ്ങളെല്ലാം ആസൂത്രണം ചെയ്തതും നടപ്പിലാക്കിയതും ഹരിയാണ് എന്നുള്ള കാര്യം എന്നോട് മനു പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയായിരിക്കും ഇവിടെയും സംഭവിച്ചത്. എന്നിട്ടിപ്പം രോഹിത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ, അവനെ പെടുത്തിയതായിരിക്കും ഹരി എന്ന് പറയുമ്പോഴേക്കും അങ്ങ് ദേഷ്യം വരും കമലയ്ക്ക്. കമല പറയുന്നുണ്ട് കണ്ടോ ഓരോരുത്തർ പറയുന്നതൊക്കെ കേട്ടല്ലോ, ശിവേട്ടൻ ഒരു കാര്യം മനസ്സിൽ വെച്ചു, നമ്മൾ മാത്രമേ കാണുള്ളൂ, വേറെ ആരും കാണിയല്ല, ഇവന് ഇപ്പം ബാലേന്ദ്രൻ്റെയും അലീനയുടെയും ഒക്കെ സൈഡാണ്, അത് എനിക്ക് പണ്ടേ മനസ്സിലായതാണ് എന്നൊക്കെ പറയുമ്പം ദേഷ്യം വരും രാജീവന്. അത് അങ്ങനെ തന്നെയാണെന്ന് വെച്ചു, എന്താ ഇപ്പോൾ കുഴപ്പം എന്ന് ചോദിക്കുകയാണ് കമലയോട്. അന്നേരം അങ്ങനെ തന്നെ വെച്ചോടാ, നിൻ്റെ കാരണത്തിൻ്റെ ഓർണം തന്നതല്ലായിരുന്നു ബാലേന്ദ്രൻ, അതിൻ്റെ പാടും വേദനയൊക്കെ നിനക്ക് മാറിയോ എന്ന് ചോദിക്കുമ്പം രാജീവൻ തിരിച്ചു ചോദിക്കും എനിക്ക് അടിയെ കിട്ടിയേ, അവിടുന്ന് കമലടുത്തേക്ക് കൊട്ട നിറച്ച് വേറെ സാധനങ്ങളാണല്ലോ കിട്ടിയത് എന്നിങ്ങനെ ചോദിക്കും. അന്നേരം ദേഷ്യം വരുന്നു പിന്നെയും കമലയ്ക്ക്. അന്നേരം പറഞ്ഞു കേട്ടല്ലോ ശിവേട്ട, നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും കൂടെ ഉണ്ടെന്ന് ഓർക്കണ്ട എന്ന നന്ദി കേട്ട വർത്തമാനം പറഞ്ഞിട്ട് തുള്ളിച്ചാടി അങ്ങോട്ട് പോകും കമല. പോയി കഴിയുമ്പം രാജീവൻ പറയുന്നുണ്ട് ശിവേട്ട, ഞാൻ പറയുന്നത് ശിവേട്ടൻ ബഹളം വയ്ക്കാതെ മനസ്സമാധാനത്തോടു കൂടി കേൾക്കണം, നമ്മുടെ പെങ്ങളുടെ മകനാണ് രോഹിത്, അവനെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടുവാണെങ്കിൽ രക്ഷപ്പെടട്ടെ, പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അലീനയോടൊന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും ആ പോക്സോ എങ്കിലും ഒന്ന് ഒഴിവാക്കി കിട്ടുമോ എന്ന് നോക്കണം. പോക്സോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം 25-30 വർഷമൊക്കെ തടവ് കിട്ടുന്ന കാര്യമാണ്, അത് ഒഴിവാക്കി കിട്ടിയാൽ തന്നെ രക്ഷപ്പെടും, അതിനെപ്പറ്റിയാണ് ആലോചിക്കേണ്ടത് എന്നൊക്കെ പറയുമ്പം ശിവനിങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് രാവിലെ നേരം വെളുത്തു പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ബാലേന്ദ്രൻ. അന്നേരം ആദ്യം ചായയായിട്ട് അലീന വരും, പുറകെ കൃഷ്ണമോളും വരും, എന്നിട്ട് പറയട്ടെ എന്ന് ചോദിക്കുക. അന്നേരം പറ എന്ന അലീന പറയുന്നുണ്ട്. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും എന്താ രണ്ടുപേരൂടെ ഇന്ന് കുശൂഷിക്കുന്നത്, എന്താ കാര്യം എന്ന് ചോദിക്കും. അന്നേരം കൃഷ്ണമോൾ പറയുവാണ് അച്ഛൻ ഞാൻ ഇന്ന് തൊട്ട് സ്കൂളിൽ പോകാൻ തുടങ്ങുക, പോട്ടെ എന്ന് ചോദിക്കുമ്പോൾ പൊയ്ക്കോ എന്ന് പറയും. എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിനക്കിപ്പോൾ ഈ കോൺഫിഡൻസ് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന്. അന്നേരം കൃഷ്ണമോൾ പറയുന്നുണ്ട് ഇത്രയും ദിവസം രോഹിയേട്ടൻ തെറ്റ് ചെയ്തതാണല്ലോ എന്നോർക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, എനിക്കൊരു ധൈര്യമില്ലായിരുന്നു, പക്ഷേ രോഹിയേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് അലീന ചേച്ചി പറഞ്ഞു, അതുകൊണ്ട് ഇനി ഞാൻ പൊയ്ക്കോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് മോളെ ആ കാര്യം നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ, പുറത്തുള്ള ആർക്കും അറിയത്തില്ല, നാട്ടുകാർക്ക് അറിയത്തില്ല, മോളുടെ സ്കൂളിലെ കുട്ടികൾക്ക് അറിയത്തില്ല, ടീച്ചേഴ്സിന് അറിയത്തില്ല, ഇവർക്ക് ആർക്കും അറിയത്തില്ല, അതുകൊണ്ട് തന്നെ മോൾ അവിടെ ചെല്ലുമ്പം ചിലപ്പം കളിയാക്കലുകൾ ഏറ്റെന്ന് വരാം, അതുപോലെ കുത്തുവാക്കുകൾ അവർ പറഞ്ഞെന്ന് വരാം, അതൊക്കെ ഫേസ് ചെയ്യാനുള്ള മനോധൈര്യം മോൾക്കുണ്ടോ, അതൊക്കെ ഫേസ് ചെയ്ത് നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പം കൃഷ്ണമോൾ പറയുന്നുണ്ട് അതൊന്നും എനിക്കിനി പ്രശ്നമല്ല, കാരണം ഇത്രയും ദിവസം രോഹിയേട്ടൻ തെറ്റ് ചെയ്തു എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ധൈര്യമില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്കറിയാം എൻ്റെ രോഹിയേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്, അതുകൊണ്ട് അവർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, സത്യം അറിയാതെ ആരെന്നെ കളിയാക്കിയാലും കുത്തുവാക്ക് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല അച്ഛാ, ഞാൻ അവിടെ പിടിച്ചു നിന്നോളാം, എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറയുമ്പോഴേക്കും ബാലേന്ദ്രന് ഭയങ്കര സന്തോഷമാവും. ബാലേന്ദ്രൻ കൈ നീട്ടി ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് പറയും ഇങ്ങനെ വേണം പെൺകുട്ടികൾ, ഇങ്ങനെ മുന്നോട്ട് പോകണം, ഇതിനാണ് മനോബലം എന്ന് പറയുന്നത് എന്ന് പറയും. നേരം എങ്കിൽ ഞാനിന്ന് പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കും. മോള് പൊയ്ക്കോ ഒരു കുഴപ്പമില്ല എന്ന് ബാലേന്ദ്രൻ പറയുന്നു. കൃഷ്ണമോളകത്തേക്ക് പോയി കഴിയുമ്പം ബാലേന്ദ്രൻ അലീനയോട് ചോദിക്കുന്നുണ്ട് നീ എല്ലാ കാര്യവും അവളോട് പറഞ്ഞോ എന്ന്. അന്നേരം അലീന പറയും രോഹി തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ അവളെ അറിയിച്ചു, പിന്നെ ബാക്കിയല്ല നമ്മുടെ മനസാക്ഷി പറയുന്നതനുസരിച്ചാണല്ലോ ചെയ്യേണ്ടത്, അങ്ങനെയാണ് അവൾക്ക് ആ മനോബലം കിട്ടിയതെന്ന് പറയും. എന്നാൽ ആയിക്കോട്ടെ എന്ന് ബാലേന്ദ്രനും പറയുന്നുണ്ട്. ബാലേന്ദ്രന് ഭയങ്കര ഒരു സന്തോഷം, കുറേ കാലം കൂടി ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ നീറി നിൽക്കുമ്പം ഒരു തണുത്ത കാറ്റ് വരുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ, ഏതായാലും അങ്ങനെ ഒരു ചെറിയ പുഞ്ചിരിയോടെ ഇങ്ങനെ അവിടെ ആ ബാൽക്കണി അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ബാലേന്ദ്രനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ ആയിട്ട് ശകലവേ കാണിക്കുന്നുള്ളൂ. ഏതായാലും ശരണ്യയുടെ അച്ഛൻ വക്കീലിനെ വിളിച്ച് വരുത്തിയിട്ടുണ്ട്. വക്കീൽ കുറേ ഉപദേശിക്കുന്നുണ്ട് ശരണ്യ. അത് കഴിഞ്ഞ് വക്കീൽ ശരണ്യയുടെ അച്ഛനോട് പറയുവാണ് ഇതിപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ആ സത്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, അതുമാത്രമല്ല കുറേ പഴി കേൾക്കേണ്ടിയും വരും, അതുകൊണ്ട് ആ കാര്യം വിളിച്ച് പറയരുത് എന്ന് നിർബന്ധിക്കുന്ന വക്കീലിനെയാണ് കാണിക്കുന്നത്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കഥ.